ഹനുമാൻ സ്വാമിയെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭഗവാനെ പ്രാർത്ഥിക്കാൻ നമുക്കൊരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാന ഫലങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിന് ഒരിക്കലും മന്ത്രങ്ങൾ തിരഞ്ഞെടുക്കരുത്. കാരണം ഹനുമാൻ മന്ത്രങ്ങൾ വളരെ ശക്തിയേറിയതാണ്. അതിന് ഒരുപാട് നിഷ്ഠ വേണം, ബ്രഹ്മചര്യം, അതായത് നോൺ വെജ് ഒഴിവാക്കണം, നല്ല എന്താ പറയുക, അങ്ങനെയുള്ള നിഷ്ഠകളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്തോത്രങ്ങളും അല്ലെങ്കിൽ ശ്ലോകങ്ങളും ധ്യാന ശ്ലോകങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാൻ വേണ്ടി എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ എടുക്കുക എന്നതാണ് നല്ലത്. അതല്ല, ഇനിയിപ്പോൾ ഈ നിഷ്ഠകളൊക്കെ പാലിക്കും എന്ന് 100% ഉറപ്പുള്ളവരാണെങ്കിൽ മന്ത്രങ്ങൾ യൂസ് ചെയ്യാം. ഗുരുപദേശം കൂടി വേണമെന്നേ ഉള്ളൂ. പക്ഷേ ലളിതമായി നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ലത് സ്തോത്രങ്ങളാണ്. അതിപ്പോൾ ഹനുമാൻ ചാലീസയോ അല്ലെങ്കിൽ ഹനുമാൻ്റെ മറ്റു ശ്ലോകങ്ങളോ, മനോജവം മാരുതതുല്യവേഗം എന്ന ശ്ലോകം, എത്ര എത്ര രഘുനാഥ കീർത്തനം എന്ന ശ്ലോകം, അല്ലെങ്കിൽ ദ്വാദശനാമ സ്തോത്രം, ഹനുമാൻ പഞ്ചരത്നം, അഷ്ടോത്തരശതനാമ സ്തോത്രം, അങ്ങനെ ഏതെങ്കിലും ഒന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് വേറൊരു കാര്യം അവിടെ നമുക്ക് ശ്രദ്ധിക്കണം. അതായത് ഹനുമാനെ പ്രാർത്ഥിക്കുന്നവർക്ക് ശ്രീരാമ ഭഗവാനെ കൂടി പ്രാർത്ഥിക്കണം. അതായത് ഹനുമാൻ പ്രാർത്ഥനയ്ക്ക് മുന്നേ നമ്മൾ ശ്രീരാമനാമം ചൊല്ലേണ്ടതാണ്. അപ്പോൾ ഹനുമാനെ ഭജിക്കുന്നവർ ശ്രീരാമനാമമായ ശ്രീരാമ ജയമെന്നോ ശ്രീരാമ ജയരാമ ജയ ജയ ജയരാമ എന്ന നാമമോ നമ്മൾ എഴുതുകയോ ജപിക്കുകയോ ചെയ്യേണ്ടത്. എഴുതുന്നതാണ് കൂടുതൽ ഫലപ്രദമെങ്കിലും അതിന് സാധിക്കാത്തവർക്ക് ജപിക്കുകയെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഹനുമാൻ്റെ ശ്ലോകമായ മനോജവം മാരുതതുല്യവേഗം എന്ന ശ്ലോകം ഒരു ജപിക്കാനാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം തന്നെ ശ്രീരാമജയം എന്നൊരു 12 തവണ ചൊല്ലിയിട്ട് 7 തവണ ഈ സ്തോത്രം ചൊല്ലാം. അല്ലെങ്കിൽ 21 തവണ ശ്രീരാമജയം എന്ന് ചൊല്ലിയിട്ട് 12 തവണ ഈ ശ്ലോകം ചൊല്ലാം. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. ആദ്യം തന്നെ നമ്മുടെ കുലദേവതയെ നന്നായിട്ട് മനസ്സറിഞ്ഞ് സ്മരിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഗണപതിയെ സ്തുതിക്കണം. എന്നിട്ട് ശ്രീരാമനാമം ജപിച്ചിട്ട് വേണം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാന കുറച്ച് ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കേണ്ട രീതി ഇപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. രാവിലെയാണ് പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത്. അത് കാരണം രാവിലെ ചെയ്യുന്നത് നമുക്ക് അന്നത്തെ ദിവസം വളരെയധികം എനർജറ്റിക് ആയിരിക്കാൻ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെപ്പോഴും ശുദ്ധമായ ശരീരവും മനസ്സും നമ്മൾ നിൽക്കുന്ന സ്ഥലവും എല്ലാം നമ്മൾക്ക് ശുദ്ധമായിരിക്കണം. അതായത് ശുദ്ധമായ സ്ഥലത്ത്, ശുദ്ധമായ വസ്ത്രത്തിൽ, ശുദ്ധമായ ശരീരവും മനസ്സും ഭഗവാൻ അർപ്പിച്ചതിന് ശേഷമേ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കാരണം ഭക്തന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സുള്ള ആളാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലങ്ങൾ ഞാൻ പറയാം. ആദ്യത്തെ ഗുണം വരുന്നത് വിദ്യാർത്ഥികൾക്കാണ്. അതായത് പഠനത്തിന് ഏറ്റവും മികച്ച ഒരു പ്രാർത്ഥനകളിലൊന്നാണ് ഹനുമാൻ പ്രാർത്ഥന. ഹനുമാൻ പ്രീതി ഉണ്ടെങ്കിൽ നല്ല ബുദ്ധിയും ആത്മവിശ്വാസവും വിദ്യാർത്ഥികൾക്കുണ്ടാവുന്നതാണ്. അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവും ഓർമ്മശക്തിയും എല്ലാം അവർക്ക് നല്ല രീതിയിൽ വളരുന്നതാണ്. അവരുടെ പഠന രീതി തന്നെ മാറുന്നതാണ്. അവർക്ക് വളരെ വലിയൊരു വിജയം പരീക്ഷകളിലും മറ്റുള്ള എല്ലാ പഠനത്തിലും അവർക്കുണ്ടാകും. അപ്പോൾ പഠനത്തിൽ മേന്മയും വിജയവും ആഗ്രഹിക്കുന്നവർ ഹനുമാൻ സ്വാമിയെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അവർക്ക് പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ തന്നെ അതിൻ്റെ മാറ്റം നല്ല രീതിയിൽ അനുഭവിക്കാൻ തുടങ്ങും. പിന്നെ ഉള്ളത് ഹനുമാൻ സ്വാമിയുടെ പിന്നെ വിദ്യാഭ്യാസം ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പറഞ്ഞു. ഇപ്പോൾ ഇത് ചെയ്യുന്ന കുട്ടികളെ മാതാപിതാക്കൾ ശീലിപ്പിക്കുക. അതുമല്ലെങ്കിൽ ഇത് ചെയ്യുന്ന മാതാപിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഹനുമാൻ സ്വാമിയെ ഭജിച്ചാലും അവർക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാവുന്നതാണ്. പഠനത്തിൽ വളരെയധികം ഉന്നതി ഉണ്ടാവുന്നതാണ്. മാത്രമല്ല പഠനത്തിന് പുറമേ ഉള്ളൊരു ബുദ്ധി, വിവേകമെല്ലാം കുട്ടികൾക്ക് വർദ്ധിക്കുന്നതാണ്. അവർക്ക് ധൈര്യവും മറ്റുള്ള എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവ് ആവാനും വളരെയധികം നല്ലതാണ്. എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാവുന്നതാണ്. അതുപോലെ പിന്നുള്ളൊരു കാര്യം ആരോഗ്യമാണ്. അതായത് മരുന്നുമല കയ്യിൽ, അതായത് സഞ്ജീവനി പർവ്വതം കയ്യിൽ കൊണ്ടുവന്ന ആളാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സകല വിധത്തിലുള്ള രോഗങ്ങളും മാറുന്നതാണ്. ഏതു തരത്തിലുള്ള രോഗങ്ങളും
നമ്മളിൽ നിന്ന് മാറാ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗങ്ങൾ, കഠിനമായ രോഗങ്ങളിൽപ്പെട്ട എന്നവർക്കൊക്കെ അവരുടെ രോഗങ്ങൾ മാറി അവർക്ക് ദീർഘായുസ്സ് ഉണ്ടാവുന്നതാണ്. ആയുരാരോഗ്യ സൗഖ്യം നൽകാൻ ഹനുമാൻ പ്രാർത്ഥന വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇതാണ്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ ശത്രുദോഷങ്ങളൊക്കെ അകലും. അതായത് ലങ്കയിൽ ഒരുപാട് സുരന്മാരെയൊക്കെ നിഗ്രഹിച്ചിട്ടുള്ള ആളാണ് ഹനുമാൻ സ്വാമി. രാവണൻ്റെ സകല തന്ത്രങ്ങളെയും തകർത്തെറിയാനായിട്ടുള്ള അത്രയും ശക്തനാണ്. അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ ആരാധിച്ചാൽ ഒരിക്കലും ശത്രുദോഷങ്ങളിൽ ഒരിക്കലും ബാധിക്കുകയില്ല. ശത്രുദോഷം, ആഭിചാരം, കൈവശം, അതുപോലെ ദൃഷ്ടിദോഷം, ഇതുപോലുള്ള ഒരു കാര്യങ്ങളും ഭക്തനെ ബാധിക്കാതെ ഹനുമാൻ സ്വാമി സംരക്ഷിക്കും. ഭക്തന് ചുറ്റും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംരക്ഷണ വലയം രൂപപ്പെടും. അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം മാറുന്നതാണ്. കാരണം ഹനുമാൻ സ്വാമിയുടെ ശക്തി തന്നെ അപാരമാണ്. എത്ര വലിയ ആഭിചാരദോഷം പോലും ഹനുമാൻ സ്വാമിയെ ബാധിക്കാൻ കഴിയില്ല. എത്ര വലിയ ദുർദേവതയാണെങ്കിലും ഹനുമാൻ സ്വാമിയുടെ ആരാധിക്കുന്ന ഭക്തനെ ബാധിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു കാര്യമാണ് ഗ്രഹദോഷങ്ങൾ. ശനിദോഷം, ചൊവ്വാദോഷം ഇവയെ ഉഴലുന്നവർക്ക് ഹനുമാൻ സ്വാമിയുടെ പ്രീതി വളരെ പ്രധാനമാണ്. അതുപോലെ എല്ലാ ഗ്രഹങ്ങളുടെയും ദോഷങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ മാറുന്നതാണ്. നവഗ്രഹ ദോഷങ്ങളും ഹനുമാൻ സ്വാമിയെ ഭജിച്ചു കഴിഞ്ഞാൽ മാറാനായിട്ട് വളരെയധികം ഉത്തമമാണ്. അതുപോലെ നമുക്ക് കാണാതെ പോകുന്ന വസ്തുക്കളെ കണ്ടെത്താൻ വളരെയധികം നല്ലതാണ്. കാരണം സീതാദേവിയെ കണ്ടെത്താൻ കഴിഞ്ഞ ഹനുമാൻ സ്വാമിക്കാണ്. അപ്പോൾ കാണാതെ പോകുന്ന വസ്തുക്കൾക്കും ആ വ്യക്തികൾക്കും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ സുഖം വർദ്ധിക്കുന്നതാണ്. വിവാഹ ജീവിതത്തിലെ പൊരുത്തക്കേടുകളും ദുഃഖങ്ങളും മാറി വളരെയധികം ശ്രേയസ്സുള്ള വിവാഹ ജീവിതം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങൾ മാറുവാനും സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുവാനും ഹനുമാൻ പ്രീതി വളരെയധികം നല്ലതാണ്. പാപങ്ങൾ അകലുവാനും അവസാനം രാമസന്നിധിയിൽ പോകാനും ഹനുമാൻ പ്രീതിയിലൂടെ സാധിക്കും. എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും ഉണ്ടാവും. എല്ലാ ദോഷങ്ങളിൽ നിന്നും സംരക്ഷണങ്ങളുണ്ടാവും. ഹനുമാൻ പ്രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആളെ വളരെയധികം ശക്തനാക്കുന്ന, ഭക്തനെ വളരെയധികം ശക്തനാക്കുന്ന ദേവനാണ്. അതായത് ബുദ്ധിയും ബലവും ആരോഗ്യവും ധൈര്യവും ഭയമില്ലാത്ത അവസ്ഥയും എല്ലാം ഹനുമാൻ സ്വാമി തന്നെ നൽകുന്നതാണ്. നല്ല വാക്ചാതുര്യം ഉണ്ടാവും. നല്ല രീതിയിൽ സംസാരിക്കാനുള്ളൊരു കഴിവ് ഈ ഭക്തനുണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നതിൻ്റെ ഗുണങ്ങളാണ്. നമുക്ക് ഹനുമാൻ സ്വാമിയെ ആരാധിച്ചാലുള്ള ഫലങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരില്ല. ശരിക്കും ഹനുമാൻ സ്വാമിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ഈ മേൽ പറഞ്ഞുള്ള ഗുണങ്ങളൊക്കെ കിട്ടുന്നതാണ്. മാത്രമല്ല ഹനുമാൻ സ്വാമിയെ ആരാധിച്ചു കഴിഞ്ഞാൽ സർവ്വദേവതകളെ ആരാധിക്കുന്നതിൻ്റെ ചെറിയൊരു ഫലം നമുക്ക് കിട്ടും. കാരണം എല്ലാ ദേവതകളുടെ അനുഗ്രഹം കൊണ്ട് വന്ന ആളാണ്. ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് വളരെയധികം ഉത്തമമായിട്ടുള്ളൊരു കാര്യവുമാണ്. നമുക്ക് ദുഃഖങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പെടാതെ ഭഗവാൻ നമ്മളെ നോക്കുന്നതാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ളൊരു കഴിവ് നമുക്ക് കിട്ടുന്നതാണ്. ഇതെല്ലാം ഹനുമാൻ സ്വാമിയുടെ ആരാധന കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഇത് വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.